ഗുരുവായൂർ ഏകാദശി എനിക്ക് മിസ്സായിട്ട് അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും പോയത് പോയി. അപ്പോൾ അടുത്തത് മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ തൃപ്രയാർ ഏകാദശി എടുക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. രാവിലെ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. ടി വിയിൽ എനിക്കിങ്ങനെ കുറച്ച് ഡിവോഷണൽ സോങ് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫീലാട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ വെച്ച് വേഗം അടിച്ച് വാരി തുടയ്ക്കാനൊക്കെ നിന്നു. നേരത്തോടു കൂടി പരിപാടി കഴിഞ്ഞിട്ട് സമയത്തിന് മുന്നേ ഭക്ഷണം കഴിക്കണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ. അപ്പോൾ ഞാൻ വേഗം വിളക്കൊക്കെ കത്തിക്കാനുള്ള പരിപാടിയിലായിരുന്നു. എന്തായാലും നേരത്തെ കുളി കഴിഞ്ഞതല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു കേട്ടോ ഒന്ന് അയ്യപ്പനെന്ന് കാണാൻ പോയിട്ട് വരാമെന്നുള്ളത്. പൂരാവാറായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് പറയാണ്ടെങ്കിൽ പറയുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഈ അമ്മ മുറ്റടിക്കാനുള്ള പരിപാടിയിലാണ്. മുറ്റത്ത് നന്നായിട്ട് പൊടി പോകാറുണ്ട്. അപ്പം അമ്മ വെറുതെ ഒന്ന് നനച്ച് വിടുന്നുണ്ട്. കൂടെ ചെടികളൊക്കെ ഒന്ന് നനച്ച് വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അയ്യപ്പൻകാവിലെത്തി. കാര്യമായിട്ടൊന്നും പറയാറില്ല കേട്ടോ. ഞാൻ അമ്പലങ്ങളിൽ ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ കുറേ എണ്ണി പറക്കാനൊന്നും നിൽക്കാറില്ല. എന്തെങ്കിലുമൊക്കെ നല്ലോണം വിഷമം വന്നു കഴിഞ്ഞാൽ പോയിച്ചെങ്കിലും ഒന്ന് അവിടെ ചെന്ന് എത്തിക്കഴിഞ്ഞാൽ തന്നെ എനിക്ക് പകുതി സമാധാനം കേട്ടോ. എൻ്റെ എന്താണ് ബുദ്ധിമുട്ട് എന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് പോയിന്ന് തോന്നി എനിക്ക്. പിന്നെ ഞാനായിട്ട് ഇങ്ങനെ എണ്ണിപ്പറക്കൊന്നും ചോദിക്കാറില്ല. അവർക്ക് അറിയണ്ടാവല്ലോ നമ്മുടെ കാര്യങ്ങളല്ലേ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. അമ്പലത്തിൽ പോയപ്പോൾ വിളിച്ചപ്പാട് എന്നോട് കുറേ നേരം സംസാരിച്ചു കേട്ടോ. പൂരാവാറായില്ലേ, ഇന്ന് ഏകാദശി വ്രതം എടുത്തിട്ടുണ്ടോ, എടുക്കുന്നതിൽ ഏറ്റവും ഉത്തമം നെല്ലുവായാണ് എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്തിട്ട്. അപ്പം ഞാൻ ശരി എന്തായാലും നെല്ലുവായി പറ്റുകയാണെങ്കിൽ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ചായക്കടിക്കുള്ള പരിപാടിയിലാണ് കേട്ടോ. അരി ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ റവ കൊണ്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുട്ടും പഴമായി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് പോലോ എന്ന് വിചാരിച്ചു. കുറച്ച് സമയം വിശക്കാതിരിക്കും ചെയ്യാമല്ലോ, ഇടനേരമൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ വേഗം തട്ടിക്കൂട്ട് പുട്ട്. ഞാൻ പുട്ട് ഫസ്റ്റ് ടൈം ആട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കേട്ടാൽ നിങ്ങൾക്ക് തോന്നും അയ്യേ അതെന്താ അങ്ങനെ അതെങ്ങനെ ശരിയാവുന്നു. സത്യമായിട്ടും എനിക്ക് ചായക്കടി ഉണ്ടാക്കാൻ ഭയങ്കര മടിയാട്ടോ. ഞാൻ ഇവിടെ ആണെങ്കിലും ഇല്ല അവിടെ ആണെങ്കിലും ഇല്ല. ഇപ്പോൾ രണ്ടമ്മമാർക്ക് വയ്യാണ്ടായി എന്തെങ്കിലും ബുദ്ധിമുട്ടായി എന്നുണ്ടെങ്കിൽ ഞാൻ മിൽക്ക് റസ്ക് വാങ്ങിക്കും. ഈ എലൈറ്റിൻ്റെ മിൽക്ക് റസ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ വെറുതെ പാലിൽ മുക്കി കഴിക്കും. അതല്ലെങ്കിൽ പിന്നെ തട്ടിക്കൂട്ട് വല്ല പരിപാടികൾ വല്ല മിച്ചറും ചായയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഞാൻ ചായക്കടി ഒഴിവാക്കാൻ മാക്സിമം നോക്കും. പിന്നെ ഋതുവിന് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയ ഋതു സെറ്റാണ്. ഋതുവിന് ഒന്നുകൂടി ഇഷ്ടം കഞ്ഞിയൊക്കെയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു ഞാൻ പിന്നെ കൂവ ഉണ്ടാക്കിയിട്ടോ. ഉച്ചയ്ക്ക് കൂവ പായസമാണ് ഉണ്ടാക്കിയത്. പക്ഷേ എനിക്ക് വിശപ്പ് മതിയായില്ലടൂ. എനിക്കൊരു 3 മണിയായി. ഇപ്പോൾ നല്ല വിശപ്പായി. മാത്രമല്ല എനിക്ക് ഉറക്കം വന്നിട്ട് ഇരിക്കാൻ വയ്യ. അപ്പോൾ ഞാൻ ഇത് ചേട്ടൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. ഇത് പഴയ തറവാടാണ്. തൊട്ടപ്പുറത്ത് കണ്ടതാണ് കേട്ടോ മാമൻ്റെ വീട്. അപ്പോൾ ഇവിടെ കുറേ ആടും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഋതുവിനെ ഞാൻ വല്യമ്മേരുടെ അടുത്ത് ഏൽപ്പിച്ചു ആടിനെ കാണിപ്പിക്കാനായിട്ട്. എന്നിട്ട് ഞാനും മാമയും കൂടി പാടത്തേക്ക് പോയി. എന്തിനാണെന്നറിയോ, ഇളനീര് കക്കാൻ വേണ്ടി പോയതാട്ടോ. കക്കാനല്ല കേട്ടോ, നമ്മുടെ പാടത്തുള്ളത് തന്നെയാണ്. എന്തായാലും അത് വല്ലവരൊക്കെ ഇട്ട് പോവുകയാണ് ചെയ്യാറില്ല. വല്ല കുടിക്കുന്ന ടീംസോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു. ഇപ്പോൾ എനിക്കാണെങ്കിൽ നല്ല വിശപ്പ്. അപ്പോൾ ഇടനീരൊന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഇളനീര് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇളനീര് കുടിക്കാൻ വേണ്ടി ഈ പാടം വരുമ്പോൾ എൻ്റെ മേമയുടെയും പരിപാടി മെല്ലെ പിടിച്ച് വലിച്ചിടുന്നു. അത് നേരെ വന്ന് കിണറ്റിൽ വന്ന് വീഴുന്നു. പിന്നെ അവിടെ നിന്ന് വല്ല തോണ്ടി എടുക്കാണ്ടാ ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ തൽക്കാല ശാന്തിക്ക് ഞാൻ ഇളനീര് ഒപ്പിക്കാനുള്ള പരിപാടിയിലായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെ അമ്മാമ്മയും കൂടിയിട്ട് ചക്ക നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ രാത്രിക്ക് ഞാൻ സൂചി ഗോതമ്പും ചെറുപയറും കൂടിയിട്ട് കഞ്ഞി ഉണ്ടാക്കി. അതും മുളക് വറുത്തതും കൂടിയിട്ട് കഞ്ഞി കുടിച്ചു കേട്ടോ. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി അടുത്ത പരിപാടി നോലുമ്പോൾ ഇറക്കലാണ് കേട്ടോ. രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് തുളസി നീരും ചന്ദനം കൂടി ചാളിച്ച് അതിൻ്റെ നീര് കുറച്ച് കുടിക്കുക. പിന്നെ കുറച്ച് അരിമണി കഴിക്കുക. അരിയാണല്ലോ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോലുമ്പ് കഴിഞ്ഞപ്പോൾ